ഈ തിരക്കുകളിൽ നിന്നൊക്കെ ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാവരും. നമ്മളും അങ്ങനെ ഇറങ്ങിയാണ്. നമുക്കൊന്ന് ചെറുപ്പം ആമസോൺ വരെ പോയി കളയാം. സംശയിക്കേണ്ട, അങ്ങ് ബ്രസീലിലല്ല, നമ്മുടെ സ്വന്തം മലപ്പുറത്താണ്, എടവണ്ണയിലാണ്. കാണാനുള്ളത് ചാലിയാറുമാണ്. എങ്കിലും അങ്ങ് മുകളിലെത്തണം. ചെറിയ മണിയൊന്നുമല്ല, എന്തായാലും വരി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കയറിയപ്പോൾ കുറച്ച് കിതപ്പും കാര്യമൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഇവിടെ എത്തിയപ്പോൾ അടിപൊളി, രക്ഷയില്ല. സൂപ്പർ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ജോലി തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ട് മോർണിംഗിൽ സൺറൈസ് കാണാൻ ഇവിടെ വന്നിരിക്കുന്നൊരു വൈബ്, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പ്രാണസഖീ നന്നായറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദർഹവുമില്ല പ്രിയേ. ഉമറുബ്നുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിതു കേട്ടിടുവിൻ. നമ്മളെ മനസ്സൊക്കെ ഒന്ന് കൂളാക്കാൻ പറ്റിയ നല്ല സ്പോട്ട് തന്നെ കേട്ടോ. കാരണം അത്രയും വൈബുള്ള ഒരു ഏരിയയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല അടിപൊളി തന്നെ കേട്ടോ. സംഭവം സെറ്റാണ്. കണ്ണിന് കുളിർമയേകുന്നൊരു ഭംഗിയുള്ളൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അത് വന്ന് അനുഭവിക്കുന്നത് തന്നെ പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു. നല്ല വികസനങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെ സുന്ദരമാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ആളുകൾ വന്നിട്ട് പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിന്നാൽ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല നമ്മൾ അങ്ങോട്ട് വീണൊക്കെ സാധ്യതയുണ്ട്. അപ്പം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വേണം, അത് ശ്രദ്ധിക്കണം. മേഘപ്പുതപ്പ് നീങ്ങുമ്പോൾ ചാലിയാർ ഇങ്ങനെ തെളിഞ്ഞു വരും. 15,000 കാതം അകലെയുള്ള ആമസോൺ നദിയെപ്പോലെ. ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ആ ദൃശ്യം പതിയുന്നത്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.